ഗ്രീൻ വോയിസ്. പ്രവാസ ലോകത്തെ കോഴിക്കോട്ടുകാരുടെ സാമൂഹിക സാംസ്കാരിക വേദി. ഗ്രീൻ വോയിസ് അബുദാബി ഘടകത്തിന് ഇത് 8ാം വാർഷികാഘോഷത്തിന്റെ ചാരുത. 2005 മെയ് മാസത്തിലായിരുന്നു ഗ്രീൻ വോയിസിന്റെ രൂപീകരണം. ഞങ്ങളുടെ പ്രഥമ പ്രാധാന്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്. 5 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. പേരാമ്പ്ര, നാദാപുരത്തെ കസ്തൂരിക്കുളം, തെരുവൻപറമ്പ്, കക്കംവള്ളി എന്നീ പ്രദേശങ്ങളിൽ ആ വീടുകൾ തലയുയർത്തി നിൽക്കുന്നു. നിർധനരായവരുടെ 3 വീടുകൾ നവീകരിച്ചു നൽകുവാനും ഞങ്ങൾക്ക് അവസരമുണ്ടായി. വിദ്യാഭ്യാസ സഹായം ഞങ്ങളുടെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോഴും വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികളെ കണ്ടെത്തി ഞങ്ങൾ സഹായിക്കുന്നു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നേടുന്ന കോട്ടൂരിലെ അധീന, ബിരുദ വിദ്യാർത്ഥിയായ കലാച്ചിയിലെ റിസ്വാന, അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കസ്തൂരിക്കുളത്തെ റഷീദ്, ഇവരുടെയൊക്കെ വിദ്യാഭ്യാസം ഞങ്ങളുടെ ചുമതലയാണ്. ഇതോടൊപ്പം ഏതാനും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പല ഘട്ടങ്ങളിലായി ഞങ്ങൾ വിദ്യാഭ്യാസത്തിനായി സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഗ്രീൻ വോയിസ് നിർധനരായ രോഗികളെ സഹായിക്കുന്നതും പ്രധാന ലക്ഷ്യമായി സ്വീകരിക്കുന്നു. നാദാപുരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ ജയൻ, പാറക്കടവിലെ ബിയാത്തു, ഇവരെ ഞങ്ങൾ ഇപ്പോഴും ചികിത്സയ്ക്ക് സഹായിക്കുകയാണ്. ബാലുശ്ശേരി CH സെന്റർ ഉൾപ്പെടെ ചില സന്നദ്ധ സംഘടനകൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനും ഗ്രീൻ വോയിസ് ശ്രദ്ധിച്ചു. സാംസ്കാരിക മണ്ഡലത്തിലും ഗ്രീൻ വോയിസിന്റെ സംഭാവനകൾ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ പ്രകാശനമാണ് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നൽകിവരുന്ന ഹരിതാക്ഷര പുരസ്കാരം. മലയാള ഭാഷയ്ക്ക് മുതൽക്കൂട്ടാവുന്ന സംഭാവനകൾ നൽകിയിട്ടും പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിൽ അത്രയധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന മികച്ച സർഗ പ്രതിഭകൾ, അവരെ ആദരിക്കുകയാണ് ഹരിതാക്ഷര പുരസ്കാരത്തിന്റെ ലക്ഷ്യം. കണ്ണൂർ മലയാള ഭാഷാ പാഠശാലയുടെ സ്ഥാപകനായ പ്രമുഖ നാടകകാരൻ, ഭാഷാധ്യാപകൻ ശ്രീ TP ഭാസ്കര പൊതുവാൾ, യുവ കവികളിൽ ശ്രദ്ധേയനായ KT സൂപ്പി എന്നിവർ ഞങ്ങളുടെ ഹരിതാക്ഷര പുരസ്കാരത്തിന് അർഹരായി. സാമൂഹ്യരംഗത്ത് വേറിട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും ഞങ്ങൾ ആദരിക്കുന്നു. കർമ്മശ്രീ പുരസ്കാരം നൽകി. സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യമായ ശ്രീ പുറന്തോടത്ത് ഗംഗാധരൻ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കർമ്മശ്രീ പുരസ്കാര ജേതാവ്. ജനോപകാരപ്രദമായ രീതിയിൽ മാധ്യമരംഗത്ത് ഇടപെടുന്ന മാധ്യമ പ്രതിഭകളെ ആദരിക്കുവാനാണ് ഗ്രീൻ വോയിസിന്റെ മാധ്യമശ്രീ പുരസ്കാരം. കവി കൂടിയായ പത്രപ്രവർത്തകൻ ശ്രീ ജലീൽ പട്ടാമ്പി, ശ്രീ BS നിസാമുദ്ദീൻ എന്നിവരായിരുന്നു കഴിഞ്ഞ വർഷം മാധ്യമശ്രീക്ക് അർഹരായത്. ഇതോടൊപ്പം തന്നെ പുസ്തക പ്രസാധന രംഗത്തും ഗ്രീൻ വോയിസ് എളിയ സംഭാവനകൾ നൽകുകയാണ്. ശ്രീ ജലീൽ രാമന്തളിയുടെ നിഴലും നിലാവും, ശ്രീ ഉല്ലാസ് R കോയയുടെ സുൽത്താനെപ്പോലെ എന്നീ കൃതികൾ ഇതിനകം ഗ്രീൻ വോയിസിന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സ്വപ്നം കാണുന്നു നാളെയും നമ്മുടെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഗ്രീൻ വോയിസിന്റെ സാന്നിധ്യം കൂടുതൽ വെളിവാകണം എന്ന്. ഈ 8ാം വാർഷികം കഴിയുമ്പോൾ നാദാപുരത്ത് പാവപ്പെട്ട രോഗികൾക്ക് സഹായകമാകുന്ന ഒരു ഫാർമസിയാണ് ഞങ്ങളുടെ സ്വപ്നം. ദശവാർഷികമാകുമ്പോഴേക്കും 10 നിർധന പെൺകുട്ടികൾക്ക് മംഗല്യ സൌഭാഗ്യം നൽകുന്ന സമൂഹ വിവാഹ പദ്ധതിയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഈ ഉദാത്തമായ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹപുരം 2013 ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.